അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും അൽമദീന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് 3ാം ക്ലാസ്സിലെ അഖീദയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എണ്ണം എഴുതുക. ഒന്നാമത്തെ ചോദ്യം ഉലുൽ അസ്മുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റിൽ എണ്ണം കൊടുത്തിട്ടുണ്ട്. 1,24,000, 313, 5, 10, 50. അതിനകത്തുനിന്ന് എടുത്ത് എഴുതാൻ വേണ്ട. അപ്പോൾ നമ്മൾ ഒന്നാം ചോദ്യം എന്നാ ഉലുൽ അസ്മുകൾ എത്ര പേരാ? 5 പേർ. അപ്പോൾ അവിടെ നോക്കാം 5. രണ്ടാമത്തെ ചോദ്യം മുർസലുകൾ എത്ര പേരാ? 313. മൂന്നാമത്തെ ചോദ്യം അമ്പിയാക്കളുടെ എണ്ണമാണ് അവിടെ എഴുതേണ്ടത്. അമ്പിയാക്കളുടെ എണ്ണം 1,24,000. 1,24,000. നാലാമത്തെ ചോദ്യം എന്നാ ഷീസ് നബിക്ക് ലഭിച്ച ഏടുകൾ എത്രയാണ് ചോദിക്കുന്നത്. എത്രയാ? 50. ഷീസ് നബിക്ക് ലഭിച്ച ഏടുകൾ 50. അഞ്ചാമത്തെ ചോദ്യം ആദം നബിക്ക് ലഭിച്ച ഏടുകൾ. എത്രയാ? 10. എത്രയാ? 10. അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം മരണം എന്നത് ആൻസർ നശിക്കലല്ല. രണ്ടാമത്തെ ചോദ്യം അള്ളാഹു കൽപ്പിച്ചതെല്ലാം ചെയ്യുന്നവരാണ് ആൻസർ എന്നാ മലക്കുകൾ. മൂന്നാമത്തെ ചോദ്യം അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആൻസർ മുർസലുകൾ. നാലാമത്തെ ചോദ്യം അവൻ മാത്രമേ നാം ആൻസർ ആരാധിക്കാവൂ. മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്? എത്ര വർഷം കൊണ്ടാ? 23 വർഷം കൊണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്താണ് മരണം? നേരത്തെ മരണം നശിക്കലല്ല എന്ന് ഇതില്ലേ, അതിൻ്റെ വേറെ ചോദ്യം എന്താണ് മരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്നാ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് മരണം. മൂന്നാമത്തെ ചോദ്യം സൃഷ്ടികളിൽ നിന്ന് അത്യുന്നതർ ആരാകുന്നു? ആൻസർ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നാലാമത്തെ ചോദ്യം അള്ളാഹു എത്ര കിതാബുകളും ഏടുകളും ഇറക്കപ്പെട്ടിട്ടുണ്ട്? 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കപ്പെട്ടത്. അഞ്ചാമത്തെ ചോദ്യം ഉലുൽ അസ്മുകൾ ആരെല്ലാം? ആൻസർ 1 നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം. അവസാനത്തത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എത്ര ഉലുൽ അസ്മുകളില്ലേ? 5 പേർ. അത് പഠിച്ചു നോക്കണേ.
അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി. 2 എണ്ണം വീതം എഴുതാം. 2 എണ്ണം വീതം എഴുതാനാണ് പറയുന്നത്. 1ാമത്തെ ചോദ്യം, നബിമാരുടെ വിശേഷണങ്ങൾ. നബിമാരുടെ 2 വിശേഷണങ്ങളാണ് എഴുതേണ്ടത്. 1, സത്യം മാത്രം പറയുന്നവരാണ്. 2, വിശ്വസ്തരാണ്. 2ാമത്തെ ചോദ്യം, ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദകൾ. 1, ഖുർആനിനെ നാം ബഹുമാനിക്കണം. 2, അതിൻ്റെ മീതെ ഒന്നും വെക്കരുത്. ഓക്കെ. 5ാമത്തെ ആക്ടിവിറ്റി, പൂരിപ്പിക്കാം. 1ാമത്തത്, ഇന്ന നഹ്നു ഡാഷ് ലഹഫീലുൻ. അപ്പോൾ അവിടെ നിന്നാണ് ഇന്ന നഹ്നു നസ്സൽനാ സിക്ര വ ഇന്ന ലഹു. ഇന്ന നഹ്നു നസ്സൽനാ സിക്ര വ ഇന്ന ലഹു ലഹഫീലൂൻ. ഓക്കെ. 2ാമത്തെ ചോദ്യം, തഫ്സിലു ഡാഷ് ജിബ്രീലു ഡാഷ് അസ്രായീലു. തഫ്സീലു അശ്രിൻ മിൻഹും ജിബ്രീലു മീകായീലു ഇസ്രാഫീലു അൽ അസ്രായീലു. ഓക്കെ. അടുത്ത 6ാമത്തെ ആക്ടിവിറ്റി, സാരം എഴുതുക. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ ഞാൻ അയച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.